ഗണേശൻപിള്ള കൊച്ചേട്ടോ, കൊച്ചേട്ടൻ എങ്ങാണ്ട് 15 വയസ്സിലെങ്ങാണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുന്നോ, ഹെവി എടുത്തുന്നോ, അതിന്റെ പിന്നെ പേരിന്റെ കൂട്ടത്തില് MLA എന്ന് അച്ഛന്റെ പേരല്ല, സർനെയിമായിട്ട്, ഏതോ സാറിന്റെ നെയിമായിട്ട് MLA എന്നൊക്കെ മറ്റേ ലൈസൻസിനകത്ത് എഴുതിയിട്ടുണ്ടെന്നോ, ആയുഷ്കാല MLA ആണെന്ന് തെറ്റിദ്ധരിച്ചെന്നോ, പിന്നെ അതുകൊണ്ട് ഇപ്പൊ ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്തെന്നോ, ഇനി KB ഗണേഷ് കുമാർ കീഴൂട്ട് വീട് എന്നുള്ള പേരിൽ തന്നെ എടുക്കാൻ പോകുന്നത്. നേരത്തെ എന്തോ കേരള സർക്കാരിനോ കേരള ഗവൺമെന്റ് എന്നെങ്ങാണ്ടായിരുന്നു അഡ്രസ് എന്ന് തോന്നുന്നു. ഇപ്പൊ ഇനി കീഴൂട്ട് വീട് ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ എന്തോ സംഭവമൊക്കെ നമുക്കറിയാലോ. നേരത്തെ ഈ പറഞ്ഞ അച്ഛൻ്റെ കെയർ ഓഫിൽ അടിച്ചെടുത്ത സാധനങ്ങളായിട്ടൊക്കെ ലൈസൻസും MLA സാധനമൊക്കെ 25 വർഷമായിട്ട് MLA ആയിട്ടിട്ട് ഇത് മറിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം പത്തനാപുരത്തുകാർക്ക് എന്നെയും വേണം, എനിക്ക് പത്തനാപുരത്തുകാരും വേണം, തന്നെ പത്തനാപുരത്തുകാർക്ക് വേണ്ട. അതുകൊണ്ടാണല്ലോ ഈ ജ്യോതികുമാർ ചാമക്കാലയെ പിടിച്ചങ്ങാക്കി. പിന്നെ ചാമക്കാല ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അണ്ണൻ വേറെ സാധനം ഇറക്കിക്കൊണ്ടുവന്നായിരുന്നല്ലോ, മറ്റേ പിന്നെ ഡീൽ ഓർ നോ ഡീൽ, പണ്ട് മുകേഷ് ഉണ്ടാക്കിയ പരിപാടി. എന്നിട്ടിപ്പം അതിനകത്ത് ഇപ്പൊ തേഞ്ഞെന്ന് തോന്നുന്നു. ഈ തോറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഉള്ളതാന്നേ, ഒന്നെങ്കിൽ ഈ മിഷൻ കംപ്ലൈന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡീലാന്ന് പറയാം. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഡീലും ഇല്ല, മിഷൻ കംപ്ലൈന്റും ഇല്ല, പ്രശ്നമൊന്നുമില്ല. 25 വർഷം ഒരു ഡീലും ഇല്ലായിരുന്നു, മിഷീന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിമുളച്ചു. പിന്നെ മറ്റേ എന്നായിരുന്നു മറ്റേ കമ്പിക്കഥ ഉണ്ടല്ലോ, മറ്റേ സരിതയായിട്ടുള്ള എഴുതി ചേർത്തില്ല 4 പേജ് കമ്പിക്കഥ. അതൊക്കെ ഇപ്പം ഈ പറഞ്ഞ പൊക്കെടുത്തോണ്ട് വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ താൻ MLA അല്ലല്ലോ, മറ്റേ ആനപ്രേമി സംഘത്തിന്റെ ആന ഉടമസ്ഥ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റോ സെക്രട്ടറിയോ മാനേജറോ MDയോ താൻ്റെ വാഴക്കാണല്ലോ. അപ്പം ആ പരിപാടിയേ ഉള്ളൂ. അതായത് MLA പോലും അല്ല ഇത്ര നാൾ MLA. മറ്റേ നീല ജീപ്പ് ഉണ്ടായിരുന്നല്ലോ, ജീപ്പ് അല്ലല്ലോ, ക്വാളീസ് MLA സാധനമൊക്കെ വെച്ച് അതൊക്കെ ഊരിക്കളയാം. എന്നിട്ട് ഒന്നെങ്കിൽ വണ്ടി വെക്കുക. ഇനി വണ്ടി വെക്കുന്നില്ലെങ്കിൽ MLAയുടെ സാധനമൊക്കെ പറിച്ച് കളയാം കേട്ടോ. ചുമ്മാ കവലയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാലയുടെ വണ്ടിയാന്ന് പറയില്ല, പുള്ളി മേടിച്ചെന്നൊക്കെ നാട്ടുകാർ തെറ്റിദ്ധരിക്കും. പുള്ളിക്ക് ഇപ്പോൾ അവിടെ എങ്ങാണ്ട് വാടക വീടോ എങ്ങാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഇപ്പം ഈ പറഞ്ഞ അവിടുത്തെ നാട്ടുകാരനായെന്നൊക്കെയാണ് പറയുന്നത്. തോറ്റ MLA, കഴിഞ്ഞ തവണ തോറ്റ MLA പുള്ളി ഇപ്പൊ ജയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പുള്ളി പറഞ്ഞ ഈ സരിത പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ് കൂടെ കേട്ടായിരുന്നു പണ്ട്. പക്ഷേ ഈ ഓഡിയോ ക്ലിപ്പ് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഗണേഷുമായിട്ട് എനിക്കുള്ളത് വളരെ അടുത്ത ബന്ധമാണ്, ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത പ്രണയത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രതിയിൽ ഏർപ്പെടുന്നത് കൊണ്ട് അത് എന്താ പറയാ, ഉമ്മൻചാണ്ടിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ചേട്ടനാണല്ലോ എഴുതി, അപ്പൊ അറിയാലോ. അതുപോലെയുള്ള സംഭവമല്ല, എനിക്കതിൽ കംപ്ലൈന്റ് ഇല്ല, എന്നെ വേറെ ആരെങ്കിലും അതിന് മാത്രമേ എനിക്ക് കംപ്ലൈന്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം അടിച്ചിറക്കി. ഗണേഷ് കുമാറുമായിട്ട് വിത്ത് കൺസെന്റ് ആയിരുന്നു, ഞങ്ങൾ തമ്മിൽ അത്ര സ്നേഹത്തിലായിരുന്നു, ഞങ്ങൾ ജയിലിൽ നിന്ന് വരുമ്പോഴത്തേനും കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഉടായപ്പോ നമുക്കറിയാമല്ലോ, അത് പുള്ളിക്കാരത്തിക്ക് അത്ര അറിയത്തില്ല. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇമാതിരി അപരാധവും കാണിച്ചു വെച്ചിട്ട് ഈ 4 പേപ്പറിൽ എഴുതി അയാളെ നാട് മൊത്തം നാറ്റിക്കുകയും ചെയ്തിട്ട് പുള്ളിക്കാരെ പിടിച്ച് ജയിലിലിട്ടിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും കൊച്ചേട്ടൻ കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാകല്ലോ ഇതിന്റെ പണി കുറെ കൊച്ചേട്ടൻ. അതല്ല, പണ്ടത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, പണ്ട് എന്തമ്മച്ചിയ തങ്കച്ചി, യാമിനി തങ്കച്ചി, ആ കേസിനകത്തൊക്കെ പണ്ട് പിണറായി അതിന്റെ പേരെന്നൊക്കെ വരുന്നത്, ഉമ്മൻചാണ്ടി പണ്ട് ഇടപെട്ടെന്ന് പറഞ്ഞിട്ട് ആയിരുന്നല്ലോ മറ്റേ നമ്മൾ കാല് മാറിയതും അപ്പുറത്തെ വള്ളത്തിൽ നിന്ന് ഇപ്പുറത്തെ വള്ളത്തിലോട്ട് കയറിയതും കവക്കട കീറാതെ നോക്കിയതൊക്കെ. അപ്പം ഇനിയിപ്പോ എന്നാ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പം KSRTC ഈ ഡ്രൈവർമാര് വരെ കൊച്ചേട്ടനെതിരാ. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടി വരെ അമ്മമാരുടെ മുട്ടിച്ച ഫ്രണ്ടിൽ കുപ്പി ഇട്ടെന്ന് വെച്ച് കുപ്പി എടുത്തോണ്ട് പോകണം, കുപ്പി അവിടെ ഇടാൻ പറ്റത്തില്ല. ഒരു തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകുന്ന വണ്ടിയിൽ എത്ര കുപ്പി വെള്ളം വേണമെന്ന് കൊച്ചേട്ടന് വല്ല ധാരണയുണ്ടോ? അല്ലാതെ ഈ AC-ക്കകത്ത് ഇങ്ങനെ കുണത്തോത്തി പോകുന്ന പോലെ അല്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഈ വെള്ളമൊക്കെ ഇടാനുള്ള ഇത്ര നാളൊരു കോപ്പും ഇല്ലായിരുന്നു ആ വണ്ടിയിൽ. ആകെപ്പാടെ മര്യാദയ്ക്ക് ഒരു ലിവർ തന്നെ ഉള്ള ആ സൈഡിൽ കഷ്ടിച്ച് എങ്ങനെയാ അവിടെ വെച്ചേക്കുന്നേ ഉള്ളൂ, ഗിയർ ബോക്സിന്റെ ആ ബോക്സിന്റെ സൈഡിൽ. ഇപ്പൊ അതിനകത്ത് വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ചതുരത്തിൽ സ്ക്വയർ ആയിട്ട് എന്തോ കുപ്പി 2-3 ഇറക്കി വെക്കാൻ പറ്റുന്നത്. പക്ഷെ ആ സാധനം ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഒരു ബ്രേക്ക് ചവിട്ടി ആ സാധനം ഒന്നെങ്കിൽ പെടലിനടി വന്ന് കയറും, ഇല്ലെങ്കിൽ ഫുട്പാത്ത് അല്ലല്ലോ, ചവിട്ടുപടിയെ കൂടെ നിരങ്ങി താഴെ പോകും. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനത്തിന്. അല്ലാതെ അവത്തെ കുറെ ഇങ്ങനെ ഈ മറ്റേ തമിരടിക്കാനായിട്ട് പാറയിടുന്ന പോലെ കുറെ തുളയിട്ട് കാര്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് ഈ സാധനം വെക്കാനുള്ള ഫെസിലിറ്റി വേണം, ഒരേ സമയത്ത് കുറെ കുപ്പി വെക്കാനുള്ള സജ്ജീകരണങ്ങൾ വേണം. പിന്നെ ഇപ്പോഴുള്ള മറ്റേ മറ്റേ എന്തായിരുന്നു ബസ്സിന്റെ സ്വിഫ്റ്റ് പോലത്തെ ടൈപ്പ് ഇപ്പൊ കൊണ്ടോയുടെ ബോഡിയുടെ ബസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവറും കണ്ടക്ടറും ഫ്രണ്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം കണ്ടക്ടർക്കും അവിടെ തന്നെ വെച്ചാൽ മതി, ആ സ്റ്റിയറിംഗ് ബോക്സിന്റെ അവിടെ ഒരു സാധനം വെക്കണം.
മനസ്സിലായില്ല. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ, ഇപ്പം പ്രൈവറ്റ് വണ്ടി ഇപ്പൊ ഇന്നലെയും കോട്ടയത്ത് ഒരെണ്ണം വന്ന് കയറിയിട്ടുണ്ട് നെഞ്ചത്. അപ്പോൾ അതിന് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററിന്റെ കാര്യം പണ്ടെന്ന് പറഞ്ഞത് പ്രൈവറ്റ് വണ്ടി 13 വെച്ച്. ഞാൻ ഈ KSRTC പോയി കോട്ടയത്ത് പോയി നോക്കിയിട്ട് വരുന്ന ഒരു വണ്ടിയിലും ഇല്ല. KSRTC കയറിയ ആ മനുഷ്യൻ ചാകുകയല്ലാന്നാണോ, അതോ KSRTCക്ക് ചാകാതെ ഓടിക്കാൻ, അല്ലെങ്കിൽ വണ്ടി കയറിയാൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഹമ്പി ആടി ഇറങ്ങുന്ന പോലെ ഇറങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇനി കഴിഞ്ഞല്ലോ അല്ലേ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി, കഴിഞ്ഞ തവണ ഈ KSRTC ഒക്കെ സ്മൂത്ത് ആയിട്ട് ഓടിയാണെന്ന് പറഞ്ഞാൽ ഈ കല്ലുപേർക്ക് ഏറ് കിട്ടാഞ്ഞോണ്ട് ഇപ്പം ഈ വെളിവില്ലാത്ത പ്രാന്തന്മാരാണ് ഇറങ്ങിയേക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ കൊടിയും പിടിച്ച്, ചുമലക്കൊടിയും പിടിച്ച്, സ്വാതന്ത്ര്യം ജനാധിപത്യം ചോദിച്ചടിച്ചാന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി? അമ്മാരെ കല്ലെടുത്ത് കീച്ചിയാണ് പകുതി വണ്ടി ഇട്ടേക്കുന്നത്. പിന്നെ കൊച്ചേട്ടൻ ഇറക്കിയ വണ്ടികൾ മാത്രം വളരെ മൂട്ടിക്കൊണ്ട കയറ്റിയിട്ടൊക്കെ അവിടെ കിടക്കുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. ആ തൃശ്ശൂരൊക്കെ കിടപ്പുണ്ടാണ്, ഫ്രണ്ടും ഇല്ല ബാക്കും ഇല്ല, പറഞ്ഞു നടുക്കുവാൻ മാത്രമുണ്ട്. അതിങ്ങനെ പൊളിച്ചെടുത്ത് വേറെ വണ്ടിയെ കൊണ്ട് വെക്കുകയാണ്, സൂപ്പർ ആയിരിക്കും. അപ്പൊ എന്നാണേലും ഈ ഇനിയിപ്പം വേറെ ഒന്നും പറയാം, നമ്മുടെ ആന ഉണ്ടല്ലോ, മറ്റേ രണ്ടാമത്തെ ആന, ചെറിയ ആന, ഈ കുത്തിയിരിക്കുന്ന ആന, മറ്റേ ഇങ്ങനെ ക്യൂട്ട് ശ്രീകണ്ഠനും, അതുപോലെ അവിടെ എങ്ങാനും എവിടെയെങ്കിലും ഇരുന്നോ. അല്ലാതെ ഇപ്പം ഉടനെ വേറെ നടപടിയൊന്നുമില്ല. 5 വർഷം അവിടെ ഇരുന്നിട്ട് എങ്ങനെയാന്നൊക്കെ ഒന്ന് പഠിക്കുക. MLA സ്ഥാനവും ഇല്ല, മന്ത്രി സ്ഥാനവും ഇല്ല, ഒരു വാഴക്കായും ഇല്ല. ഇനിയിപ്പോ ഈ നടുറോഡി വന്നിട്ട് KSRTC തടഞ്ഞു നിർത്തി കണ്ടക്ടർമാരെ തെറി പറയുക, ഇങ്ങനത്തെ കലാപരിപാടിയും നടക്കത്തില്ല. അമ്മാര് ഇടിച്ച് മാട്ട കയറ്റിക്കളി. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു പറയാൻ. അപ്പം ഈ ഇച്ചിരി കുത്തിക്കഴപ്പങ്ങ് തീർന്നതിന്റെ ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഇനിയിപ്പം പറഞ്ഞ ഡീലർ നോ ഡീലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്ക്. ഇനി മറ്റേ ഏതാ പത്തനാപുരംകാർക്ക് എന്നെ വേണോ, എനിക്ക് പത്തനാപുരംകാരെ വേണോ എന്നൊക്കെ ആലോചിക്കും. വേറെ നാട് വിട്ടു. ഇപ്പം മറ്റേ പുള്ളിക്കാരത്തിയായിട്ടും ഡീൽ ആയില്ലേ, ഇപ്പം മൃണത്തിയായിട്ടും ഇപ്പം എന്തോ പുതിയ ബിസിനസ് പ്ലാനുകളൊക്കെ സർക്കാരിന്റെ കെയർ ഓഫിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വരുന്നവർ അതിനെക്കുറിച്ച് അന്വേഷിക്കില്ലെന്നൊന്നും അറിയത്തില്ല. അതായത് ലൈസൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ വല്ലതും ഡ്രൈവറെ വെച്ചോടെ. എന്നാലും കിഡിലൻ എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. ആ തോറ്റെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് വണ്ടിയിൽ കയറി ചിരിച്ചോണ്ടുള്ള ഒരു പോക്ക് നെഞ്ച് തകർന്നു പോയി. 25 വർഷം ആയിട്ട് പത്തനാപുരത്തിന്റെ MLA എന്നൊക്കെ പറഞ്ഞിട്ട് ഊമ്പി പോയല്ലോ. കഷ്ടം തന്നെ. ഞാൻ ഈ മറ്റേ പുള്ളിയുടെ ഇതിൽ പറയാത്തതാ. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി അശ്ലീലമായിരുന്നു. നമ്മളിപ്പോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കാണുന്ന ആകപ്പാടെ 5-6 പേര് നമ്മുടെ വീഡിയോ കാണാറുള്ളൂ. അതിനകത്ത് ചില ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്ക് ഭക്ഷണം കഴിക്കാൻ മടുപ്പ് തോന്നും. ഇത് മറ്റേ SNDP എന്തായിരുന്നു അയാളുടെ പേര്, അയാള് പറഞ്ഞ പോലെ എന്ന് പറയുന്ന പുള്ളിയല്ലേ, പുള്ളി പറഞ്ഞ പോലെ പറയാനാണ് വിചാരിച്ചത്. എന്തായാലും മെഴുകിയല്ലോ, സന്തോഷം.